മെറ്റ ആഡ്സ് റൺ ചെയ്യുന്നുണ്ട്, ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യുന്നുണ്ട്, വെബ്സൈറ്റിലോട്ടേക്ക് ട്രാഫിക് വരുന്നുണ്ട്. പക്ഷെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പറയാൻ പറ്റും. സെയിൽസ് എവിടെ നിന്നാണ് വന്നത്? മെറ്റയിൽ നിന്നോ, ഗൂഗിളിൽ നിന്നോ, ഇൻസ്റ്റഗ്രാം റീലിൽ നിന്നോ, ഓർഗാനിക് സെർച്ചിൽ നിന്നാണോ? ഇതിന് ആൻസർ അറിയില്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുകയല്ല നിങ്ങൾ ചെയ്യുന്നത്, വെറുതെ ഗെസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനാണ് ഗൂഗിൾ അനലിറ്റിക്സ് 4. GA4 എന്നത് വിസിറ്റേഴ്സ് എണ്ണാനുള്ള ഒരു ടൂള് മാത്രമല്ല, കസ്റ്റമർ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം എന്തൊക്കെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടൂളാണ്. അയാൾ ഏത് പേജ് കണ്ടു, എവിടെയാണ് വെബ്സൈറ്റ് വിട്ടുപോയത്, പർച്ചേസ് ചെയ്തോ, ഫോം ഫില്ല് ചെയ്തോ, എല്ലാം ഇവിടെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് പറയാം. GA4 ക്രിയേറ്റ് ചെയ്യും, കോഡ് ഇൻസ്റ്റാൾ ചെയ്യും, അതിനുശേഷം ഒരിക്കലും പിന്നെ ഓപ്പൺ ചെയ്യില്ല. പക്ഷേ അനലിറ്റിക്സ് കളക്ട് ചെയ്യുന്ന ഡേറ്റ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ട്രാക്കിംഗ് ചെയ്തിട്ട് കാര്യമില്ല. ആദ്യം നമ്മൾ പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യണം, വെബ്സൈറ്റ് URL ആഡ് ചെയ്യാം, ഇവിടെ ഡേറ്റ സ്ട്രീം ക്രിയേറ്റ് ചെയ്യാം. ഇനി ഗൂഗിൾ ഒരു മെഷർമെൻറ്റ് ID തരും. ഇതാണ് പിന്നീട് GTMലോ വെബ്സൈറ്റിലോ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു സജഷൻ ഉണ്ട്. കോഡ് വെബ്സൈറ്റിൽ നേരിട്ട് ആഡ് ചെയ്യുന്നതിനേക്കാളും ഗൂഗിൾ ടാഗ് മാനേജർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം പിന്നീട് മെറ്റാ പിക്സൽ ആഡ് ചെയ്യാനും ഗൂഗിൾ ആഡ് കൺവേർഷൻ ട്രാക്കിംഗ് ചെയ്യാനൊക്കെ കസ്റ്റം ഇവൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും ഇതിനൊക്കെ ടാഗ് മാനേജർ വളരെ ഈസിയാണ്. ഗൂഗിൾ ടാഗ് മാനേജർ ഓപ്പൺ ചെയ്യാം, GA4 കോൺഫിഗറേഷൻ ടാഗ് ക്രിയേറ്റ് ചെയ്യാം, മെഷർമെൻറ്റ് ID പേസ്റ്റ് ചെയ്യാം, ട്രിഗർ ചെയ്യാം, എല്ലാ പേജസിനും ട്രിഗർ ചെയ്ത് കൊടുക്കാം, പബ്ലിഷ് ചെയ്യാം. ഇവിടെയാണ് പലരും ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത്. പബ്ലിഷ് ചെയ്താൽ ട്രാക്കിംഗ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അസ്യൂം ചെയ്യും. അത് ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. എപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിന് വേണ്ടിയിട്ട് GA4ൽ ഡീബഗ് വ്യൂ ഓപ്പൺ ചെയ്തിട്ട് വെബ്സൈറ്റ് റീഫ്രഷ് ചെയ്ത് നോക്കുക. പേജ് വ്യൂ വരുന്നുണ്ടോ നോക്കുക, ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക, സ്ക്രോൾ ട്രാക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ടെസ്റ്റ് ചെയ്യാതെ ഒരിക്കലും നിങ്ങളിത് ലൈവ് ആക്കാനായിട്ട് പോകരുത്. ഇനി ഇവൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. GA4ൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഇവൻറ്റ്സ്. ഓൾഡ് യൂണിവേഴ്സൽ അനലിറ്റിക്സ് പോലെ സെഷൻസ് മാത്രമല്ല ഇവിടെ ഉള്ളത്. GA4ൽ മുഴുവൻ ഇവൻറ്റ്സും അടിസ്ഥാനമാക്കിയാണ് വർക്ക് ചെയ്യുന്നത്. ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് വ്യൂ ഉണ്ട്, സ്ക്രോൾ ഉണ്ട്, ക്ലിക്ക് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, ജനറേറ്റ് ലീഡ് ഉണ്ട്. ഇതെല്ലാം ഇവൻറ്റ്സ് ആണ്. പക്ഷേ എല്ലാ ഇവൻറ്റ്സും കൺവേർഷൻ അല്ല. ഇതാണ് ബിഗിനേഴ്സിന് കൺഫ്യൂഷൻ വരുന്ന ഏറ്റവും വലിയ ഭാഗം. കൺവേർഷനായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ലീഡ് ഫോം സബ്മിറ്റ്, പർച്ചേസ്, ബുക്ക് അപ്പോയിൻമെൻറ്റ്, വാട്സപ്പ് ക്ലിക്ക്, ഇതെല്ലാം തന്നെ ബിസിനസ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. അതിനെ നമ്മൾ കൺവേർഷൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ നോക്കാം. മെറ്റ ആഡ്സ് റൺ ചെയ്തു, 1000 ആളുകൾ വെബ്സൈറ്റിൽ വന്നു. പക്ഷേ 900 പേര് പ്രോഡക്റ്റ് പേജിൽ നിന്ന് എക്സിറ്റ് ചെയ്തു പോയി. ഇപ്പോൾ ആഡ്സ് ആണോ പ്രോബ്ലം? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആഡ്സ് അല്ല പ്രോബ്ലം, നിങ്ങളുടെ ലാൻഡിംഗ് പേജ് ആണ് പ്രോബ്ലം. GA4 ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന ആഡ് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. യഥാർത്ഥ പ്രോബ്ലം ആയിട്ടുള്ള നിങ്ങളുടെ ലാൻഡിംഗ് പേജ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവിടെ പ്രോബ്ലം വെബ്സൈറ്റിൽ തന്നെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് GA4 തന്നെ വേണം. ഇനി അടുത്തത് ഞാൻ ഏറ്റവും കൂടുതൽ GA4ൽ നോക്കുന്നത് അക്വസിഷൻ റിപ്പോർട്ടാണ്. ട്രാഫിക് എവിടെ നിന്നാണ് വരുന്നത്? ഇപ്പം അതിൽ ഓർഗാനിക് ഉണ്ട്, പെയ്ഡ് ഉണ്ട്, ഡയറക്റ്റ് ഉണ്ട്, റെഫറൽ ഉണ്ട്, ഇമെയിൽ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഡിസിഷൻസ് എടുക്കാനായിട്ട് തുടങ്ങാൻ വേണ്ടി പറ്റും. ഒരുപാട് മാർക്കറ്റേഴ്സ് CTR മാത്രം നോക്കിയിട്ട് സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ ബിസിനസ് ഓണർ ചോദിക്കുന്നത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. റവന്യൂ എവിടെ നിന്നാണ് വന്നത്? ആ ആൻസർ കിട്ടുന്നത് പോലും നിങ്ങൾക്ക് GA4ൽ നിന്നാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട്സ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. എക്സ്പ്ലോർ റിപ്പോർട്ട്സ് യൂസ് ചെയ്താൽ കസ്റ്റമർ ജേർണി അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഡ്രോപ്പ് ഓഫ് എവിടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. യൂസേഴ്സ് ഏത് പാത്താണ് ഫോളോ ചെയ്യുന്നത് എന്ന് മനസ്സിലാവും. ഇതൊക്കെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാനും സാധിക്കും. GA4 പഠിക്കുമ്പോൾ റിപ്പോർട്ട്സ് മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചു നോക്കാം. ഈ ഒരു ഡേറ്റ കണ്ടിട്ട് ഞാൻ എന്ത് ഡിസിഷൻ എടുക്കും? ആ തിങ്കിങ് ഡെവലപ്പ് ചെയ്താൽ അനലിറ്റിക്സ് വളരെ ഈസി ആയിരിക്കും. ഇനി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ നല്ലൊരു മാർക്കറ്റ് ആവില്ല. ഡേറ്റ വായിച്ച് ഡിസിഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് അറിയണം. GA4 അതിനുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. ഗൂഗിൾ അനലിറ്റിക്സ് 4 സെറ്റപ്പ് ചെക്ക് ലിസ്റ്റ് വേണമെങ്കിൽ താഴെ GA4 എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ ആയിട്ട് അയച്ചു തരാം. അപ്പോൾ GA4 പ്രോപ്പറായിട്ട് സെറ്റപ്പ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോപ്പറായിട്ട് പഠിക്കാനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മളായിട്ട് കണക്ട് ചെയ്യാനും മറക്കരുത്. പ്രാക്ടിക്കലായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കേണ്ട അത്യാവശ്യം വീഡിയോസ് നമ്മളുടെ ചാനൽ ത്രൂ വിടുന്നുണ്ട്. അപ്പം ആ വീഡിയോസ് ഒന്നും മിസ്സാവാണ്ടിരിക്കാൻ ഇപ്പം തന്നെ എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്ത വീഡിയോയിൽ കാണാം.